അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിനുമായിട്ട് കൂടിക്കാഴ്ച നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറിയും ഫോറിൻ സെക്രട്ടറിയും ഒക്കെ ഓൾറെഡി റഷ്യൻ കൗണ്ടർ പാർട്ടിനെ കണ്ടിട്ടുണ്ട്. അവർ തമ്മിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. സോ US യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. വ്ളാഡിമിർ പുടിനും ഇതിനോട് അനുഭാവപൂർവ്വം നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് എൻഡ് ചെയ്യുന്ന സമയത്ത് ഡീൽ എങ്ങനെയായിരിക്കും എത്തുക? യുക്രൈന്റെ ഭാഗത്ത് നിന്ന് റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ റഷ്യയുടെ കയ്യിലിരിക്കും. തുടർന്നുള്ള യുദ്ധം ഉണ്ടാവില്ല. ഇതായിരിക്കും ധാരണ. യുക്രൈനെ നാറ്റോയിൽ എടുക്കില്ല എന്ന ഒരു ഉറപ്പ് കൂടി പുടിന് കൊടുക്കും. ഇങ്ങനെ ഇത് എൻഡ് ചെയ്യാൻ പോകുന്നുള്ളൂ. പക്ഷെ ഇതിനോട് ഒട്ടും യോജിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കും മറ്റ് നാറ്റോ അംഗങ്ങൾക്കും കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഫ്രാൻസ്, ബ്രിട്ടൻ, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങൾക്ക്. യുദ്ധം തുടങ്ങി വച്ചതിന് ശേഷം തങ്ങളെ കൊണ്ടുവന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ച് തടി തപ്പാനുള്ള അമേരിക്കയ്ക്കെതിരെ വലിയ അമർഷം ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ പുകയുകയാണ്. UK പ്രൈം മിനിസ്റ്റർ ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഞാൻ റെഡിയാണ്, വേണമെങ്കിൽ യുക്രൈൻ യുദ്ധത്തിൽ ഞാൻ എന്റെ ട്രൂപ്പിനെ അയക്കാൻ വരെ ഞാൻ റെഡിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ ഇത്രയും ഇക്കാര്യത്തിൽ ഒരു കർക്കശപരമായ നിലപാടെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, യുക്രൈൻ എന്ന് പറയുന്നത് യൂറോപ്പിലെ ഒരു രാജ്യമാണ്. യുക്രൈന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ നാളെ മറ്റേതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തിനെതിരെ റഷ്യ സമാനമായൊരു നീക്കം നടത്തിയാൽ തങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയാതെ പോകുമെന്ന് യൂറോപ്യൻ യൂണിയൻ ഭയപ്പെടുന്നുണ്ട്. യുക്രൈന് മേലുള്ള ഏതൊരു കടന്നുകയറ്റവും യൂറോപ്യൻ യൂണിയന് മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ ഇതിൽ സഹകരിക്കാൻ, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് പോലെ ഒരു കോംപ്രമൈസിന് തയ്യാറാകാൻ കഴിയാത്തത്. യുക്രൈന് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മുഴുവൻ ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാനിത് വളരെ നിസ്സാരമായിട്ടല്ല പറയുന്നത്, ആലോചിച്ച് ഉറപ്പിച്ചാണ് പറയുന്നത്. വേണ്ടി വന്നാൽ ഞാൻ എൻ്റെ സൈന്യത്തെ യുക്രൈനെ സംരക്ഷിക്കാൻ അയക്കാനും മടിക്കില്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുകയാണ്. തത്വത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യുക്രൈൻ ഒരു യൂറോപ്യൻ യൂണിയനിൽ വരുന്ന രാജ്യമല്ല. പക്ഷേ 2022 ഫെബ്രുവരി 28 യുക്രൈൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനിൽ ഒരു മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ 2022 തന്നെ ജൂൺ 23 ഈ ഒരു ആപ്ലിക്കേഷൻ യൂറോപ്യൻ യൂണിയൻ സ്വീകരിച്ചിരിക്കുകയാണ്. ഇതിനൊരു കാൻഡിഡേറ്റ് സ്റ്റാറ്റസ് നൽകിയിരിക്കുകയാണ് യുക്രൈൻ ഇപ്പോൾ. അതായത് നെക്സ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ കുറച്ച് നിബന്ധനകളുണ്ട്. അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ യുക്രൈൻ ചെയ്യണം. പ്രത്യേകിച്ച് അവരുടെ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ, എക്കണോമിയിൽ, ആന്റി കറപ്ഷൻസ്, ഹ്യൂമൻ റൈറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടി യുക്രൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മെമ്പറായിട്ട് യുക്രൈനെ മാറ്റാനായിട്ട് അവർക്ക് സാധിക്കും. നിലവിൽ 10-25 രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനിലുണ്ട്. ഒരു യൂറോപ്യൻ രാജ്യമാണെങ്കിലും ഇതുവരെ യുക്രൈൻ ഒഫീഷ്യലായിട്ട് യൂണിയന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതിനെ യൂണിയനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നതും. കാരണം ഈ യുക്രൈനുമായിട്ട് അതിർത്തി പങ്കിടുന്ന പോളണ്ട് അടക്കം ഒരുപാട് രാജ്യങ്ങൾ ഓൾറെഡി തന്നെ യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും ഒക്കെ ഭാഗമാണ്. അപ്പോൾ ഇന്ന് യുക്രൈൻ എങ്കിൽ നാളെ നമുക്ക് നേരെയും വരാം എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ യുക്രൈനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ഇപ്പോൾ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അതായത് യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ തലവന്മാരായിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുക. ഇതിനകത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉണ്ടാകും, അതുപോലെ തന്നെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനി ഉണ്ടാകും, പോളിഷ് പ്രൈം മിനിസ്റ്റർ ഉണ്ടാകും, ജർമ്മൻ ചാൻസലർ ഉണ്ടാകും, നാറ്റോ സെക്രട്ടറി ജനറൽ ഉണ്ടാകും, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ തലപ്പത്തിരിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളും ഉണ്ടാകും. ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു യോഗം കൂടുന്നുണ്ട്. നാറ്റോയുടെ അംഗങ്ങളും ഇതിൽ പങ്കാളികളായിട്ട് എത്തുന്നുണ്ട്, നാറ്റോയുടെ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്നവര്. അപ്പൊ ഇവിടെ ഈ യോഗത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അമേരിക്കയുടെ സ്റ്റാൻഡ് യൂറോപ്പിനെ പരിഗണിക്കാതെ, യൂറോപ്പിന്റെ ആവശ്യങ്ങൾ കേൾക്കാതെ, യൂറോപ്പിനെ ഒഴിവാക്കിക്കൊണ്ട് റഷ്യയുമായിട്ട് ചർച്ച നടത്താനുള്ള അമേരിക്കൻ നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാടാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പോഴുള്ളത്. വിശേഷിച്ച് ഫ്രാൻസും ജർമ്മനിയും ഇപ്പോഴത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റും അമേരിക്കൻ നയത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിക്കും എതിരായിട്ടുള്ള നിലപാട് ഇലോൺ മസ്കും ട്രംപും തുറന്ന് സ്വീകരിക്കുക കൂടി ചെയ്തതോടെ, അതോടൊപ്പം തന്നെ ഒലാഫ് ഷോൾസിനെതിരെ, അതായത് ജർമ്മൻ ചാൻസലറിനെതിരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെതിരെയും നമ്മുടെ ട്രംപും അതുപോലെ ഇലോൺ മസ്കും നേരിട്ട് തുറന്ന് അവർക്കെതിരെ സംസാരിക്കുകയും കൂടെ ചെയ്തതോടെ യുഎസും ഈ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ ഒരു അകൽച്ച ഉണ്ടായിരിക്കുകയാണ്. പരമ്പരാഗതമായിട്ട് ഏത് കാര്യം വന്നാലും ഒന്നിച്ചു നിൽക്കുന്ന യൂറോപ്പും അമേരിക്കയും ഇപ്പോഴിതാ തെറ്റിപ്പിരിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. യുക്രൈന്റെ വിഷയത്തിൽ അമേരിക്ക യൂറോപ്പിനെ കേൾക്കാതെയാണ് ഒരു നിലപാടുമായിട്ട് റഷ്യയുമായിട്ട് മുന്നോട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തുമെന്ന് മാത്രമല്ല
പവർ ഡൈനാമിക്സ് എല്ലാം അവിടെ മാറി മറിയും. യൂറോപ്യൻ യൂണിയനും നാറ്റോയും തന്നെ ചിലപ്പോൾ യു എസിൽ നിന്നകന്ന് ഒരു പുതിയ വ്യവസ്ഥയിലേക്ക് മാറാൻ പോലും സാധ്യതയുണ്ട്. ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നമല്ല. ട്രംപിന്റെ കഴിഞ്ഞ ടേമിൽ തന്നെ യൂറോപ്പും അമേരിക്കയും തമ്മിൽ ചില വിള്ളലുകൾ വീണതാണ്. അത് നികത്താൻ ജോ ബൈഡൻ ശ്രമിച്ചു എങ്കിലും അത് പൂർണ്ണമായും വിജയം കണ്ടില്ല. ഇപ്പോൾ വീണ്ടും ട്രംപ് വരുമ്പോൾ ഇലോൺ മസ്കിനെ പോലെയുള്ളവരുടെ ഇൻവോൾവ്മെന്റ് കൂടി വരുമ്പോൾ തീർച്ചയായും യൂറോപ്യൻ രാജ്യങ്ങൾ അതൃപ്തിയിലാണ്. പ്രത്യേകിച്ച് യൂറോപ്പിലെ ഭരണമാറ്റത്തിനെ പോലും ഇലോൺ മസ്ക് നേരിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ യൂറോപ്പിന്റെ വിഷയങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്നു. യൂറോപ്പിലെ നിയമങ്ങൾ വകവയ്ക്കാതെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത് കാരണം പലപ്പോഴും മസ്കിന്റെ കമ്പനികൾക്ക് യൂറോപ്പിൽ തിരിച്ചടി നേരിടേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. അപ്പൊ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് പല പല രാജ്യങ്ങളാണെങ്കിലും ഒരു രാജ്യം പോലെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ്. കാരണം അവർക്കറിയാം എന്നെങ്കിലും അവർക്ക് നേരെ ഭീഷണികൾ ഉണ്ടാകും. അപ്പൊ ആ ഭീഷണി പ്രധാനമായിട്ടും അവർ സംശയിക്കുന്നത് റഷ്യയിൽ നിന്ന് തന്നെയാണ്. കാരണം പഴയ സോവിയറ്റിന്റെ ഭാഗമായിരുന്ന ചില രാജ്യങ്ങൾ ഇന്ന് നാറ്റോയിലും യൂറോപ്യൻ യൂണിയനിലും ഒക്കെ അംഗങ്ങളാണ്. അപ്പൊ ഈ രാജ്യങ്ങൾ എപ്പോഴും മറ്റ് ഫ്രാൻസ്, ബ്രിട്ടൻ പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഒരു ബഫർ സോൺ പോലെയാണ് ഈ റഷ്യക്കും അതുപോലെ തന്നെ ഈ രാജ്യങ്ങൾക്കും ഇടയിലായിട്ട് നിൽക്കുന്നത്. കാരണം നേരത്തെ സോവിയറ്റിന്റെ ഭാഗമായിരുന്നല്ലോ. അപ്പോൾ ഫ്രാൻസും അതുപോലെ UK-യും ജർമ്മനിയും ഒക്കെ തൽക്കാലം റഷ്യയിൽ നിന്ന് ഏറെ അകലെയാണെങ്കിൽ പോലും ഈ മെമ്പർ സ്റ്റേറ്റുകൾക്ക് നേരെ ഉണ്ടാവുന്ന ആക്രമണങ്ങൾ അത് മിണ്ടാതെ കണ്ണടച്ചു കൊടുത്താൽ പിന്നീട് തങ്ങളുടെ പ്രധാന മേഖലകളിലേക്ക് റഷ്യ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമോ എന്ന ആശങ്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട്. യൂറോപ്പ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവിടേക്കുള്ള റഷ്യൻ ഇൻവോൾവ്മെന്റിനെയോ അല്ലെങ്കിൽ ഇടപെടലിനെയോ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ US-ന്റെ ഈ നയം മാറ്റവും ചുവടുമാറ്റവും യൂറോപ്യൻ രാജ്യങ്ങളെ വല്ലാതെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരതുകൊണ്ട് അവരുടേതായ രീതിയിൽ പുതിയ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആലോചിക്കുകയാണ്. അപ്പൊ ഈ യുദ്ധത്തിൽ അമേരിക്ക ചതിച്ചു എന്നൊരു നിലപാടാണ് ഈ ഘട്ടത്തിൽ ഫ്രാൻസിനും ജർമ്മനിക്കും ബ്രിട്ടനും പോലും ഉള്ളത്. അമേരിക്ക കൂടെ നിന്ന് അവസാനം കാലുവാരി. അപ്പോൾ ഇനി US-നെ വിശ്വസിക്കാൻ കൊള്ളില്ല. 4 വർഷത്തിലൊരിക്കൽ നിലപാട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിനെ വിശ്വസിച്ച് ലോങ് ടേമിലേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് ബുദ്ധിമോശമാണ് എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കരുതുന്നത്. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. ഇന്ത്യ പോലും അങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ട്രംപ് അധികാരത്തിൽ ഇരിക്കുമ്പോഴുള്ള ഇവരുടെ പോളിസികൾ ഒന്നായിരിക്കും, പിന്നീട് പെട്ടെന്ന് ബൈഡന്റെ അല്ലെങ്കിൽ ഡെമോക്രാറ്റിന്റെ ഭരണം വരുമ്പോൾ വേറൊരു പോളിസിയിലേക്കും പോകും. കഴിഞ്ഞ ട്രംപിന്റെ ടേമില് പല അന്താരാഷ്ട്ര ഓർഗനൈസേഷൻസിൽ നിന്ന് US പിന്മാറി. എന്നാൽ ബൈഡൻ വന്നപ്പോൾ ആദ്യം ചെയ്തത് അതിലൊക്കെ വീണ്ടും ജോയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ വീണ്ടും ട്രംപ് വരുന്നു, അതിൽ നിന്ന് പിന്മാറുന്നു. അപ്പൊ ഇങ്ങനെ 4 വർഷം കൂടുമ്പോൾ നിലപാട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ വിശ്വസിച്ച് ലോങ് ടേമിലേക്കുള്ള കാര്യങ്ങൾ ഇനി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അമേരിക്ക എന്ന രാജ്യത്തെ ഇനി വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ഒരു വിലയിരുത്തല് ജർമ്മനിക്കും അതുപോലെ തന്നെ ഫ്രാൻസിനും ബ്രിട്ടനും ഒക്കെ ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവരിപ്പോ ഒരു യോഗം കൂടുന്നത്. US-ഉമായിട്ടുള്ള ബന്ധം എന്തായാലും ഇനി പഴയപടി യൂറോപ്പ് തുടരുമോ എന്ന് കണ്ടു തന്നെ അറിയണം.